വാ 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 പോ വാ. ഏയ് ഏയ് വാ. ഇവനാണ് കേട്ടോ വഴികാട്ടി. ഓടറാ. പരിധികളെല്ലാം മാറ്റിവെച്ച് ഒരുപാട് എൻജോയ് ചെയ്ത ഒരു റോഡ് ട്രിപ്പായിരുന്നു ഇത്. പ്രതീക്ഷിക്കാതെ കിട്ടിയ നല്ല കാലാവസ്ഥയും കോടമഞ്ഞും ഒപ്പം സിനിമയിൽ നിന്ന് കണ്ടിട്ട് അവിടെ പോയി അവിടുത്തെ സ്ഥലം നേരിട്ട് കണ്ടു കിട്ടുന്ന ഫീലും അത് വേറെ തന്നെയായിരുന്നു. ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് ഈ സ്ഥലത്തെത്തിയെങ്കിലും അത് വളരെ മനോഹരമായിരുന്നു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സ്ഥലവും കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വേറൊരു പുതിയ റോഡ് ട്രിപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ബൈക്കൊക്കെ റെഡിയാണ്. നമ്മളിന്ന് നേരെ കോട്ടയം, സ്ഥലമൊക്കെ വഴിയെ പറയാം. നമ്മൾ കോട്ടയത്തുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ സമയം രാവിലെ 6:22. നമുക്ക് ആ ഒരു ടൈമിൽ അവിടെ എത്തിയാൽ മതി. ഇവിടെ നിന്ന് ഏകദേശം 4 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ട്രാവൽ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മനസ്സിലാക്കി എല്ലാവർക്കും നമ്മുടെ കോട്ടയത്തുള്ള ഇലവിഴ പൂഞ്ചിറയിലേക്ക്. അപ്പോൾ മനസ്സിലാക്കി എല്ലാവർക്കും നമ്മുടെ കോട്ടയത്തുള്ള ഇലവിഴ പൂഞ്ചിറയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം അവിടെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും പിടിച്ചു പൊളിക്കാം. അപ്പോൾ പോയല്ലേ. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിക്കുവാണ്. രാവിലെ തന്നെ നല്ല കോടമഞ്ഞുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് 175 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. ഇപ്പോൾ ഏകദേശം 7 മണിയായിട്ടുണ്ട്. എന്തായാലും ഒരു ഉച്ച ആ ഒരു ടൈമിലാണ് എത്തുന്നത്. പിന്നെ അവിടുത്തെ സ്ഥലങ്ങളും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ഞാൻ വണ്ടി എടുക്കുന്നു, നേരെ പോകും. നമുക്കിങ്ങനെ ലോങ് റൈഡ് ചെയ്യാൻ ഭയങ്കര രസമല്ലേ. നോക്ക് അവിടെ നോക്ക് മഞ്ഞ്. ഇപ്പോൾ കറണ്ടിൽ ഇവിടെയൊക്കെ മഴയും കാര്യങ്ങളൊക്കെയാണ്. സോ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് അത്യാവശ്യം ഒരു ഹില്ലി ഏരിയ ആണ്. മറ്റേ സിനിമയൊക്കെ എല്ലാവരും കണ്ടു കാണാം. ആ ഒരു പ്ലേസാണ് എന്തായാലും. അപ്പം നമ്മളെന്തായാലും ഇങ്ങോട്ടാണ് യാത്ര. അപ്പോൾ രാവിലെ തന്നെ ഒരു അടിപൊളി ക്ലൈമറ്റാണ്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. സെറ്റാണല്ല. നോക്ക്, ഇതാണ് ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ആ സൂര്യൻ്റെ വെളിച്ചം, അതായത് ആ മോർണിംഗ്. എന്ത് രസമല്ലേ. അപ്പം ചെറിയ കോടമഞ്ഞുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ടൗണാണ്. ഈ മഴ സമയത്ത് ഇങ്ങനെയാണ് ഇവിടെയൊക്കെ. നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞായിരുന്നു. റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് നമുക്കിനി ഇവിടെ നിന്ന് ഒരു 80 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായാലും മാക്സിമം ഷെയറിങ് ലൈക്കൊക്കെ ചെയ്യുക. ട്രാവൽ ഇഷ്ടപ്പെടുന്ന, ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ കാണും, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കണ്ടീഷനാണ്. ഇപ്പോൾ കുട്ടിക്കാനോ അങ്ങോട്ടൊക്കെ മുളി ആ റൂട്ടായാലും അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. വേറെ
പിന്നെ ചൂട് വെയിലും കാര്യങ്ങളൊന്നുമില്ല. മഴ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് പെയ്യുന്നു. ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളുള്ളൂ. പ്രശ്നമല്ല, അതുകൊണ്ട് ഇതാണ്. നമുക്കിനി 1 മണിക്കൂർ, അതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം എത്തും. ഇങ്ങനെ നല്ല രാവിലെ ആയതുകൊണ്ട് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വണ്ടിയൊക്കെ റോഡിൽ ഇറങ്ങി തുടങ്ങി. ഇതിന് കുറച്ച് മുമ്പ് വരെ അത്യാവശ്യം വേറെ വണ്ടികളൊന്നും ഇല്ലേ, പ്ലെയിനായിട്ട് കിടക്കുമായിരുന്നു. ഇതിപ്പോൾ വന്നു നമ്മുടെ സ്ഥിരം റൂട്ടാണ്. നമ്മുടെ കോട്ടയം റൂട്ട് അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉള്ള ഇതിലും ഓപ്പോസിറ്റ്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ സിനിമയിൽ മാത്രമേ അക്രമൊളിച്ചേ ഓക്കെ. ഞാൻ എന്തായാലും എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ സിനിമയിൽ മാത്രമല്ല നമ്മുടെ ഇലവിഴ പൂഞ്ചിറ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടാണ് യാത്ര. പിന്നെ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഇല്ലിക്കൽ കല്ലും കൂടെ വരാൻ പ്ലാനുണ്ട്, ടൈം കിട്ടുവാണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലിക്കൽ കല്ല് വേറൊരു ദിവസം പോകും. എന്തായാലും പോവാണ്. നമുക്ക് അവിടെ നിന്ന് ടൈം കാര്യങ്ങളൊക്കെ നോക്കണം. ഒരു കാട്ടുപോത്ത്, ഒരു ആന, ഒരു കുതിര ഉള്ളല്ലേ. പിന്നെ ഞാൻ ഈ റൂട്ട് ഏറ്റവും കൂടുതൽ കണ്ടതാണ് നമ്മുടെ റംബൂട്ടാൻ. നല്ല കിടിലോ സ്കീം മഴ, നല്ല അടിപൊളി മഴയാണ് ഇവിടെ. ഇപ്പൊ എരുമേലി അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ, നേരെ പോയാൽ എരുമേലി. നല്ല അടിപൊളി മഴ, നല്ല രസമാണ് മഴയത്ത് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ. വേറെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല റോഡിൽ. എന്ത് രസമല്ലേ മഴയത്ത് ഇങ്ങനെ പോകാൻ. എനിക്കാണ് അവിടെയും നല്ല ക്ലൈമറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, നോക്കാം. നമ്മുടെ കോട്ടയം സൈഡിലാണ് കേട്ടോ നമ്മുടെ ഇലവിഴ പൂഞ്ചിറയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും മഴയത്ത് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നു. ഇപ്പം മഴയൊക്കെ മാറി ഒരു വെയിൽ അടിക്കുന്നുണ്ട്. ഞാൻ റെയിൻകോട്ടൊക്കെ മാറ്റി. ഇടയ്ക്ക് നല്ല മഴയായിരുന്നു, മഴ കഴിഞ്ഞ് ഇടയ്ക്ക് നല്ല വെയിലുമായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് കയറിയപ്പോൾ കുറച്ചൊന്ന് സെറ്റായി. ക്ലൈമറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി നിൽക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് ചൂട്, ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് ഇങ്ങനെ മൂടിയ ക്ലൈമറ്റ്, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. നമുക്കിനി കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞിട്ട് വലത്തോട്ട് കയറി പോകണം. ഇവിടെ നിന്ന് വലത്തോട്ട്, ഇവിടെ നിന്ന് 19 കിലോമീറ്ററാണ് ഇല്ലിക്കൽ കല്ലൊക്കെ. അപ്പോൾ വീണ്ടും മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മളെന്തായാലും ആ റൂട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു. അപ്പം മലയും കാര്യങ്ങളൊക്കെ നമ്മളൊരു സൈഡിൽ കണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഈ റൂട്ട് ഇങ്ങനെ പോവാം.
അടിപൊളി ഒരു റോഡ് കേട്ടോ. നമുക്ക് ഫുൾ രണ്ട് സൈഡിലും മരങ്ങളും. ശരിക്കും ആ സ്ഥലം ഞാൻ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയില്ലേ, ഞാൻ അതിലാണ് ശരിക്കും ആ സ്ഥലമൊന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ എന്തായാലും പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നേരെ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയത്. റൂട്ട് നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡും വീടും കാര്യങ്ങളൊക്കെ. റംബൂട്ടാൻ ഇവിടെ ഫുള്ള് ഇതാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏരിയ ഫുള്ള്, അതായത് ഈ റൂട്ട് ഫുള്ളും റംബൂട്ടാനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സീസണും കൂടെ ആയതുകൊണ്ട് നല്ല രസമാണ്. ആ മരങ്ങളിൽ ചുവന്ന റംബൂട്ടാൻ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, അപ്പോൾ നമ്മുടെ ഈ റൂട്ട് കിടിലമായിട്ട് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം റൂട്ട് തന്നെ. ഞാൻ എപ്പോഴും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ അനുഭവങ്ങൾ വേറെയാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ തോന്നിയെന്ന് വെച്ചാൽ ഒരു ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയൊരു റൂട്ടും കൂടെയാണ്. റൂട്ട് വീണ്ടും റംബൂട്ടാൻ വലിയ മരം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ വണ്ടി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന KTM Adventure 250 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 5 മാസത്തോളമായി. അപ്പോൾ എനിക്ക് കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ DM ചെയ്യാറുണ്ട് കുറേ പേര്. അപ്പോൾ വണ്ടി എടുക്കാൻ എങ്ങനെയുണ്ട്, കൊള്ളാവോ കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി അടിപൊളിയാണ്. ഇപ്പോൾ ഏകദേശം 5000 കിലോമീറ്റർ അടുപ്പിച്ച് 4 മാസം 5 മാസം ആവാറായി. അപ്പോൾ നമുക്കിവിടെ നിന്ന് കൊണ്ട് തൊടുപുഴ. ഓക്കെ, അപ്പോൾ വണ്ടി അടിപൊളിയാണ്. അപ്പോൾ എടുക്കാൻ പ്ലാനുള്ളവർ എടുക്കുക. പിന്നെ ഓരോ വണ്ടികൾക്കും ഓരോ തരം എക്സ്പീരിയൻസ് ആണ്. എക്സ്പൾസ് ആയാലും റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ആയാലും ഇപ്പോൾ KTMൻ്റെ അഡ്മിറ്റ് ആയാലും പല സെഗ്മെൻറ്റിൽ പല മോഡൽസ് ഉണ്ട്. അതിൽ ഓരോന്നിലും കിട്ടുന്ന എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ. പക്ഷേ ഒരു യൂസർ ഈ വണ്ടി യൂസ് ചെയ്യുന്നുള്ളൊരു നിലയ്ക്ക് ഈ വണ്ടി എനിക്ക് ഭയങ്കര വെർത്താണ്. കൊള്ളാം. ചെറിയ രീതിക്കും വലിയ രീതിക്കും ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വണ്ടി അടിപൊളിയാണ്. വൈബ്രേഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം 4000 RPM പൊക്കോണ്ടിരിക്കുന്നത്. എന്നാലും ഹാൻഡിൽ വേറെ വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. അത് നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഉണ്ട്. വണ്ടി അടിപൊളിയാണ്. നമുക്ക് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, സെറ്റ്. പിന്നെ അവിടെ ഒരു പള്ളിയുടെ ഗോപുരമൊക്കെ കാണുന്നുണ്ട്. അവിടെ വേറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി ആ മലയിൽ. അപ്പോൾ അവിടെയാണ് ആ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളെന്തായാലും മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലുള്ള മലകളൊക്കെ കാണാൻ പറ്റും. നല്ലപോലെ വിൻഡടിക്കുന്നുണ്ട്. അപ്പോൾ വാക്ക് വെള്ളച്ചാട്ടം, ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടേ. ഇന്ന് ഫുൾ ഡേ മഴയായിരിക്കും എന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യും മാക്സിമം, അല്ലേ? നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ മഴ വിട്ട് വരും തോറും. എന്തായാലും ഒന്ന് പൊളിക്കും. ക്ലൈമറ്റും അടിപൊളിയാണ്. നമ്മൾ പോകുന്ന സ്ഥലവും അടിപൊളിയാണ്. ഇവിടെ റോഡ് ഇടിഞ്ഞു കിടക്കുന്ന പ്രശ്നമുണ്ട് കേട്ടോ. ഒരു സൈഡ് നമ്മൾ ന്യൂസിലൊക്കെ കാണത്തില്ലേ. ഈ ഒരു സംഭവം ഞാൻ ശരിക്കും നേരിട്ട് കാണുന്ന ധർമ്മശാലയിൽ പോയപ്പോഴാണ്. അതൊരു ഓളിൻ്റെ ട്രിപ്പ് പോയതായിരുന്നു. എൻ്റെ ഇവിടുത്തെ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്ത് പോയായിരുന്നു. അവിടെ ഇതേപോലെയായിരുന്നു. അന്ന് ഫ്ലഡൊക്കെ വന്ന് ഭയങ്കര മഴയായിരുന്നു. ഇന്ന് പ്രശ്നമുള്ള സമയത്തായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതേപോലെ റോഡ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ച്. ഞങ്ങളൊരു ഗ്രൂപ്പ്, ഒരു 120 പേര് വരുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് പോയത്. അപ്പോൾ ആ വീഡിയോ ആരെയും കണ്ടിട്ടില്ല, ധർമ്മശാല കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അത് കണ്ടോ. ഫുൾ ട്രക്കിങ്ങും
ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ് ഉള്ള ഒരു വീഡിയോ ആണ്. ധർമ്മശാല അത്ര അടിപൊളിയായിരുന്നു. ശരിക്കും നമ്മളേക്ക് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ജീപ്പ് സഫാരി, അതായത് ജീപ്പ് ട്രക്കിംഗ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബൈക്ക് കടത്തി വിടുമെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. പോയി നോക്കിയാൽ ഇപ്പോൾ മുമ്പത്തെ ഞാൻ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം ഒന്ന് ബൈക്ക് കയറ്റിയിട്ടില്ല. നമുക്ക് കുറച്ച് പോർഷൻ വരെ പോകാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ബൈക്ക് കൊണ്ട് പോകാൻ പറ്റുമോ. അത് കഴിഞ്ഞ് അങ്ങ് ടോപ്പിൽ പോകണമെങ്കിൽ കുറച്ച് ട്രക്ക് ചെയ്ത് നടക്കാനുണ്ട്. ട്രാവൽ ഡേയ്സ് ടൂറിസ്റ്റ് ആരെയും കൊണ്ടുപോകുന്നുണ്ട്. നോക്ക് എന്ത് രസം. ഇവിടെ ഒരു പാലം വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മള് ഏകദേശം ടോപ്പിലെത്തി. നമുക്ക് എന്ത് രസമാ. അവിടെ നിന്ന് മഞ്ഞൊക്കെ വരുന്നു. സെറ്റ് അടിപൊളി. ഒക്കെ രണ്ട് സൈഡ് എന്താ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ശരിക്കും വേറൊരു മൂഡ് റോഡ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവര് ജീപ്പ് സഫാരി എടുത്തു വരുന്നതാണ്. 1000 രൂപ അങ്ങനെ എന്തോ ആണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ആ പാറയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്നതാണ് ഇലവീഴ പൂഞ്ചിറ തടാകം. അപ്പോ നമ്മളെന്തായാലും നേരെ മുകളിലോട്ട് പോയിട്ട് ആണ് ബാക്കി പരിപാടി. ഞാൻ എക്സൈറ്റഡ് ആയതുപോലെ തന്നെ ഇപ്പോഴും വീണ്ടും എക്സൈറ്റഡ് ആണ്. ഇതാണ് ബൈക്ക് പോവോ? ഓക്കെ. കുറച്ച് ദൂരം എന്തായാലും ബൈക്ക് പോവാം. നമുക്ക് അതുവരെ എന്തായാലും പോവാം. ആ സിനിമയിൽ കണ്ട സ്ഥലമാണ് കേട്ടോ. മുകളിലോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാൻ പറ്റും. എന്താ പോയി നോക്കാം. ഒരു 50 മീറ്ററും കൂടെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. സ്ഥലം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്.
നമുക്ക് എന്തായാലും ബൈക്ക് താഴെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വയ്ക്കാൻ സ്ഥലം, നമ്മുടെ ബൈക്ക് കംഫർട്ടായിട്ട് ഇരിക്കത്തില്ല. നമുക്ക് എന്ത് രസമല്ലേ. അതുകൊണ്ട് എന്തായാലും താഴോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. ഫൈനലി ഇവിടെ എത്തി. നമ്മുടെ വണ്ടി ഇവിടെ സേഫായിട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു പോർഷനിൽ വണ്ടി വയ്ക്കാനേ പറ്റുള്ളൂ. മുകളിൽ നമുക്ക് അതുവരെ പോകാൻ പറ്റത്തുള്ളൂ. ആ ഒരു പോർഷനിൽ പോകാൻ പറ്റും, പക്ഷെ അവിടെ വണ്ടി നേരെ ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് നടന്നു കയറുവാണ്. മഴ കാര്യങ്ങളുണ്ട്, എന്നാലും സെറ്റാണ്. അവിടെ മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഞാൻ ബൈക്ക് ഏകദേശം അതുവരെ കൊണ്ടുപോയതായിരുന്നു, പക്ഷേ അവിടെ വയ്ക്കാൻ പറ്റിയ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് താഴെ വെച്ച സേഫായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഫുൾ മലനിരകളൊക്കെയാണ്. ഫുൾ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ കാണാൻ. ആ മലനിരയിലൊക്കെ നോക്ക്, ഭയങ്കര രസമാണ്. അവിടെ നിന്ന് കയറി വരുന്ന ഒരു കിടിലം വ്യൂ പോയിന്റ് ഉണ്ട്. അഞ്ചര ഒക്കെ അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് വന്നേ. മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന പണ്ടത്തെ കാലത്ത് ഒരു ടോപ്പ് സ്റ്റേഷനായിരുന്നു. പിന്നെ കാലക്രമേണ കൊണ്ട് അത് നമ്മുടെ ടെലികോളിങ് ചെയ്യുന്ന, അത് മറ്റേ ഇൻ്റർകോമൊക്കെ അങ്ങനത്തെ റേഡിയോ, അതിൻ്റെ ഒരു സ്റ്റേഷനായിരുന്നു പണ്ട്. പിന്നീട് അത് ഇല്ലാതായി, അതിൻ്റെ പ്രവർത്തന രീതിയൊക്കെ ആയി പോയ സംഭവമാണ്. അതിൻ്റെ ബാക്കി സംഭവം നമ്മൾ സിനിമയിൽ കണ്ട പോലത്തെ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. അത് കാണാം. ഇവിടെ അവിടെ നിന്ന് ഫുള്ള് മഞ്ഞിറങ്ങുന്നുണ്ട്. അടിപൊളി. ആ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. പിന്നെ അതായി നടക്കുന്നത് ഫുള്ള് പാറയും കണ്ടൊക്കെ. പിന്നെ അവിടെ ഒരു ഷോപ്പും കാര്യങ്ങളുണ്ട്, ചായയും സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി ടോപ്പ് വരെ കൊണ്ടുവന്നിട്ടില്ല. അവർ ജീപ്പിലാണ്, ഞാൻ പറഞ്ഞില്ല, ജീപ്പിൽ പോകണം, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകണം. നമ്മളിപ്പോൾ എന്തായാലും നടക്കാനാണ് പ്ലാൻ. അടിപൊളി കേട്ടോ. ലാൻഡ്സ്കേപ്പ് ഒരു രക്ഷയില്ല. ലാൻഡ്സ്കേപ്പ് അടിപൊളി. കുറച്ച് മുകളിലോട്ട് നടന്നപ്പോൾ തന്നെ നമുക്ക് ഫുൾ കോട കയറുന്നു. ഈ വഴിയൊക്കെയാണ് കേട്ടോ സിനിമയിലുള്ള. കുറച്ച് മുകളിൽ നമ്മൾ തന്നെ നല്ല അടിപൊളി കോട. മുകളിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. എനിക്ക് ബൈക്കൊക്കെ കൊണ്ടുവരാൻ പറ്റിയ കിട്ടില്ല, ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. കിട്ടില്ലായിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും നമുക്ക് ആ വഴിയൊക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരെ വണ്ടി മാത്രമേ കയറ്റി വിടുള്ളൂ. അടിപൊളി. കിട്ടില്ല നമുക്ക്, രക്ഷയില്ല. അടിപൊളി. ഫുള്ള് ഫ്രണ്ട് ഫുള്ള് മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. രക്ഷയില്ല കേട്ടോ. അടിപൊളി സ്ഥലം. ഇതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ.
ഒരു രക്ഷയില്ല, അടിപൊളി. ഞാൻ ഹെൽമെറ്റൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. താഴെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ടോപ്പിലൊന്നും ഏകദേശം എത്താറായി. ഇതാണ് ജീപ്പ് കാര്യങ്ങളൊക്കെ. മോളിൽ ഓൾറെഡി ഒരുപാട് പേര് കാണും. പിന്നെ ഈ ഒരു സംഭവം എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് സൈഡിൽ കൂടെ പോകാം. വേറൊരു സംഭവം കാണിച്ചാൽ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ മഞ്ഞ് മാറി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ റിസർവറും കാര്യങ്ങളും കാണാം. ഈ സൈഡ് മൊത്തം എന്ത് രസമല്ലേ. മഞ്ഞാണ് മലനിരകളിൽ ഫുള്ളും. നമുക്കിതാ ഈ പോർഷനിലൊക്കെ കാണുന്ന റിസർവറിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് വെറുതെ. നിങ്ങളെന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വരണം. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഈ മഞ്ഞുള്ള സമയത്ത്. വേനലിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ മഞ്ഞുള്ള സമയത്ത് നമുക്ക് എൻ്റെ ബാക്ക് ഫുള്ള് മഞ്ഞായി ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്തി. ഇനി മുകളിലത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. നമ്മളിതോ മുകളിലെത്തി. സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് അടിപൊളിയാണ് കേട്ടോ. ഒക്കെ മഞ്ഞത്ത് മൂടിക്കിടക്കുന്നു. ഓക്കെ, കണ്ടോ.
racing my own thoughts into the silence, seeking the guidance I forgot. It's somewhere lost, lost to the cages, cages of chaos I forgot. Somewhere it must be written, I just lost my access to the map. Somewhere love had bitten, I chased the apple and realized can't let it go. Baby, it's a losing game, and I know that I'm to blame. I crossed the ocean and lost myself below. I owe this to myself to stay in the deep end, finally face to face with truth. How about you? Can you handle the riptide? Want help from the shoreline? What's the use? Somewhere it must be written, I just lost my access to the map. Somewhere love had bitten, I chased the apple and can't let it go. Baby, it's a losing game, and ഈ സ്ഥലത്തിന് എന്താണ് ഇലവീഴ പുഞ്ചിറ എന്നറിയുമോ? ഇതിൻ്റെ താഴെ ഒരു തടാകമുണ്ട്. ഇത് ഓൾറെഡി തണുത്തതും പൊക്കമുള്ള പ്രദേശമായതുകൊണ്ട് മരങ്ങൾ കുറവാണ്, മരങ്ങൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ തടാകത്തിൽ ഇല വീഴില്ല എന്നുള്ളൊരു പേര് വന്നായിരുന്നു. അത് കാലക്രമേണയാണ് ഇല വീഴില്ല പൂഞ്ചിറായി മാറിയത്. ഇങ്ങനെയുണ്ട്, അടിപൊളിയില്ലേ? അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകൾ. എന്തായാലും ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഞാനിപ്പോൾ നടന്നു പറഞ്ഞ വഴി തന്നെ കണ്ടില്ലേ, എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഒന്നും പറയാൻ വയ്യ, നടന്ന് മലയൊക്കെ കയറി. അയ്യോ ഓക്കെ, ഇപ്പോൾ ഫുൾ മഞ്ഞായി, ഇപ്പോൾ ഫുൾ മൂടി. ഞാൻ വന്നതിനേക്കാൾ അടിപൊളിയായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. പക്ഷെ നമ്മുടെ കാഴ്ചകൾ തീർന്നിട്ടില്ല. ഇനിയും പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസുമായി ഇനിയും വരും. അപ്പോൾ ഇപ്പോൾ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ചിലർക്ക് ഈ സ്ഥലം വരാൻ പറ്റാത്ത ആൾക്കാർ കാണും, അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ്. ബൈ.